നമസ്കാരം. വീണ്ടും കടുവാഭീതി, പുറത്തിറങ്ങാനാവാതെ മണിയൻകുന്ന് നിവാസികൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. കടുവാഭീതിയിൽ പിലാക്കാവ് മണിയൻകുന്ന് പ്രദേശവാസികൾ. കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനം വകുപ്പ്. പ്രദേശത്ത് കടുവയെ കണ്ടത് ഇന്നലെ വൈകിട്ടോടെ. നാട്ടുകാർ ഭീതിയിൽ. വയനാട്ടിൽ നാളെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വയനാട് ജില്ലയിലും ആശങ്കമാവിധം കാലാവസ്ഥയിൽ മാറ്റം. ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ. കൃഷിയിലും ജീവിതത്തിലും കാതലായ മാറ്റം വേണമെന്നും വിലയിരുത്തൽ. ചുണ്ടേലിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമായി. നാട്ടുകാർ സ്ഥാപിച്ച ജനകീയ ഫെൻസിംഗ് കാട്ടാനകൾ തകർത്തു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗ് ഉപയോഗശൂന്യം. ഒലിവുമല ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് പിലാക്കാവിലെ കടുവാഭീതിയെക്കുറിച്ചാണ്. കടുവാഭീതിയിൽ പിലാക്കാവ് മണിയൻകുന്ന് പ്രദേശവാസികൾ. കടുവയ്ക്കായി തിരച്ചിൽ നടത്തി വനം വകുപ്പ്. ഇതിനു മുൻപും പ്രദേശത്ത് പല പ്രാവശ്യം കടുവയെത്തിയതായി പ്രദേശവാസികൾ. ഇന്നലെ വൈകിട്ടോടെയാണ് ഇവിടെ നാട്ടുകാർ കടുവയെ കണ്ടത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വനാതിർത്തിയിലെ നീരുറവയിൽ നിന്ന് കുടിവെള്ളം തിരിച്ചുവിടാൻ പോയ വട്ടക്കുരി ജോൺസൺ കടുവയെ കണ്ടത്. തുടർന്ന് തന്റെ മൊബൈൽ ക്യാമറയിൽ ഇദ്ദേഹം കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിച്ചതോടെ മണിയൻകുന്നിലെ പ്രദേശവാസികൾ ഭീതിയിലാവുകയായിരുന്നു. കടുവന്റെ ശല്യം ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമുക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ഫോറസ്റ്റുകാരോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന് വരാം, നാളെ വരാം, എന്തെങ്കിലും കാരണം പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇല്ലാന്നോ അല്ലെങ്കിൽ ആളില്ല, സ്റ്റാഫ് ഇല്ലാന്നോ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് അവർ ആദ്യം ഉന്നയിക്കുക. അപ്പോൾ കടുവ മാത്രമല്ല, ആന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാണ് പറയുക. 2 ദിവസം മുൻപാണ് ജോൺസന്റെ വളർത്തുനായിയെ കടുവ പിടികൂടിയത്. തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും തലപ്പുഴ ഫോറസ്റ്റ് സെക്ഷൻ, വനംവകുപ്പ് ജീവനക്കാരും RRT സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ തുടരുന്നുണ്ട്. 1 വർഷത്തിനിടെ 4ാം പ്രാവശ്യമാണ് പ്രദേശത്ത് കടുവയെ കാണുന്നതെന്ന് ജോൺസൺ പറഞ്ഞു. 1 വർഷം മുൻപ് പകൽ സമയത്ത് ജോൺസന്റെ കൺമുൻപിൽ വെച്ചാണ് ആടിനെ പിടികൂടിയത്. കടുവയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ വിവരമറിയിക്കുമ്പോൾ വനംവകുപ്പ് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിൽ അനാസ്ഥ പുലർത്തിയിരുന്നതായി പ്രദേശവാസികൾ ആരോപിച്ചു. വനംവകുപ്പും ജനപ്രതിനിധികളും ഇടപെട്ട് കടുവാഭീതി അകറ്റുന്നതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മാനന്തവാടി. വയനാട്ടിൽ നാളെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ മലബാറിലെ 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിലും ആശങ്കയുളവാക്കി കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. തിരിച്ചുപിടിക്കാനാവാത്ത വിധമാണ് കാലാവസ്ഥയുടെ മാറ്റം. ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഇനിയും പ്രതീക്ഷിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണമെങ്കിൽ തീർച്ചയായും മാറേണ്ടത് നമ്മൾ മനുഷ്യരാണ്. കൃഷിയിലും ജീവിതത്തിലുമെല്ലാം വേണം കാതലായ മാറ്റമെന്ന് കാലം നമ്മെ പഠിപ്പിക്കുന്നു. കാലം തെറ്റി പെയ്യുന്ന മഴ, കൊടും ചൂട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും കനത്ത മൂടൽമഞ്ഞ്. 1 വർഷം വേനൽ മഴയില്ലെങ്കിൽ അടുത്ത വർഷം കൊടും വേനൽ മഴ. മഴക്കാലത്ത് കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭീതി വിതയ്ക്കുന്ന കനത്ത മഴ. ശേഷം വേനലിനെ തോൽപ്പിക്കുന്ന വെയിൽ. കാലാവസ്ഥാ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതിനൊപ്പം ആശങ്കയുമാകുന്നു കാലം. 1/4 നൂറ്റാണ്ടിനിപ്പുറവും ഇന്നുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് പ്രകൃതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഭൂമിക്ക് തണലും തണുപ്പുമേകിയിരുന്ന പച്ചപ്പ് ചുരുങ്ങി.
എങ്ങും മുളച്ചു പൊന്തിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം. ഏറെ വൈകിയിട്ടില്ല. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭൂമി വാസയോഗ്യമല്ലാതാകുമെന്നത് തീർച്ച. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ചേ മതിയാകൂ. നമുക്ക് ഈ കാലാവസ്ഥയെ എങ്ങനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാം, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കറ്റാർവാഴ, തുളസി പോലുള്ള മരങ്ങൾ നമുക്ക് വീടിന് മുന്നിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഓർഗാനിക് ഫാമിങ്ങിനെ നമുക്ക് ഒരുപാട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഇതിന് ക്ലൈമറ്റ് ചേഞ്ചിന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാമെന്നും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റും. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ട് 10 മാസം പിന്നിടുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനം വലിയ ചർച്ചയാകുന്നില്ല എന്നതാണ് വസ്തുത. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗവുമില്ല. കാർബൺ ന്യൂട്രലിൽ മുൻപേ നടന്ന് മാതൃക കാട്ടിയ മീനങ്ങാടി പഞ്ചായത്തിന്റെ പാത രാജ്യത്തെ മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിന്തുടരേണ്ടിയിരിക്കുന്നു. മുഴുവൻ സർക്കാരുകളും ഭരണകൂടവും മറ്റു സംഘടനകളുമെല്ലാം ഒത്തുപിടിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിൽക്കാം. ഒരു മീനങ്ങാടി പഞ്ചായത്തോ അല്ലെങ്കിൽ നമ്മൾ വയനാട് ജില്ലയോ ചെയ്താൽ നമ്മുടെ എൻ്റയർ കാലാവസ്ഥയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യവും മേലേക്കുള്ള ആളുകളും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പഴയ കാലാവസ്ഥയെ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മനുഷ്യന് നിലകൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇനി മാറണം നമ്മൾ, കൃഷിയിലും ജീവിത രീതിയിലും. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷികളിലേക്ക് ചുവടുമാറ്റം വേണം. ഭക്ഷണമടക്കമുള്ള ജീവിതശൈലിയിലും വേണം അടിമുടി മാറ്റം. സോളാർ പോലുള്ള ഇന്ധനങ്ങളെ കൂടുതലായി ആശ്രയിക്കണം. ഭൂമിയുടെ പച്ചപ്പും ജൈവ വൈവിധ്യവും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാകണം മുൻഗണന. അതുമാത്രമാകും നല്ല നാളേക്കുള്ള പ്രതീക്ഷ. മലനാട് ന്യൂസ്, മീനങ്ങാടി. ചുണ്ടേലിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. നാട്ടുകാർ സ്ഥാപിച്ച ജനകീയ ഫെൻസിംഗ് തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗ് ഉപയോഗശൂന്യമായതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ചുണ്ടേൽ ഒലിവുമല ഭാഗത്തെ കാട്ടാനകൾ ഇറങ്ങുന്നത്. സ്ഥിരമായി ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ചുണ്ടേൽ നിവാസികൾ വനം വകുപ്പിന്റെ പ്രതിരോധ വേലിക്കായി കാത്തുനിൽക്കാതെ സ്വന്തം ചിലവിൽ ജനകീയ ഫെൻസിംഗ് സ്ഥാപിച്ചത്. ഇത് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് 7 കിലോമീറ്റർ ഭാഗത്ത് ഫെൻസിംഗ് നിർമ്മിച്ചത്. 2 വർഷത്തോളം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയില്ല. എന്നാൽ മരങ്ങൾ മറിച്ചിട്ട് കാട്ടാനകൾ വേലി തകർത്തു. പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഫലം ഉണ്ടായില്ല. ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ഇതോടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുകയാണ്. ഫെൻസിങ് കെട്ടിയതിന് ശേഷം ആന വരുന്നുണ്ട്. അത് തകർത്തിട്ട് അതുപോലെ തന്നെ ഈ ഞങ്ങൾ കുറച്ച് ഭാഗം കെട്ടാത്തുണ്ട്. പിന്നെ സ്വകാര്യ വ്യക്തികളുടെ കെട്ടാത്തുണ്ട്. പിന്നെ കാപ്പിയും മുളകും ഒക്കെ തകർത്തിട്ടാണ് ആന എല്ലാം പറിച്ചു കൊണ്ടുപോകുന്നതും ചക്ക പറിക്കാനും തെങ്ങ് കവുങ്ങും എല്ലാം ഒടിച്ച് നശിപ്പിക്കുകയാണ്. ഇനി പണം ചെലവഴിക്കാനാകില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോഴും പ്രവൃത്തി ആരംഭിക്കാൻ നടപടിയില്ല. കാട്ടാനകളെ ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സുൽത്താൻ ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിൻ്റെ വീട്ടിലാണ് പുലി എത്തിയത്. കോഴിക്കോട്ടിൽ നിന്നും ഇന്ന് പുലർച്ചെ 1 മണിയോടെ കോഴികളെ പിടികൂടാൻ ശ്രമിക്കുന്ന പുലിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലി 7 കോഴികളെ ഇവിടെ നിന്നും പിടികൂടി കൊന്നിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്.
നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. സ്വന്തം നിലയ്ക്ക് പുനരധിവാസം നടപ്പിലാക്കുന്ന മുസ്ലിം ലീഗിനെ വിമർശിച്ച മുഖ്യമന്ത്രിക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ മാത്രമാണ് മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത്. ദുരന്തം നടന്ന് 7 മാസം കാത്തിരുന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. ഇതേ തുടർന്നാണ് സ്വന്തം നിലയ്ക്ക് പുനരധിവാസം നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായത്. എല്ലാ ഘട്ടത്തിലും തങ്ങൾ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. ദുരന്തം നടന്ന അന്നു മുതൽ എല്ലാ തരത്തിലും സർക്കാരുമായി സഹകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിമർശനം അനുചിതമായെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭവന നിർമ്മാണത്തിനായി പാർട്ടി അണികൾ സംഭാവന ചെയ്ത് ബാങ്കിൽ പണം ഇട്ട് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായി പാർട്ടി അത് ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, പല സന്നദ്ധ സംഘടനകളും വീട് നിർമ്മാണം പൂർത്തിയാക്കി തുടങ്ങി. ഇപ്പോൾ ക്രിസ്ത്യൻ പിതാക്കന്മാരൊക്കെ മുൻകൈയെടുത്ത് ഉള്ള ഭവന പദ്ധതി, അതുപോലെ തന്നെ മറ്റു ചില സന്നദ്ധ സംഘടനകൾ, ഇൻഡിവിജ്വൽസും ഒക്കെ അതൊക്കെ പൂർത്തിയായി തുടങ്ങി. 6 മാസമായി, ഒരു കൊല്ലാൻ പോയില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദമായി പാർട്ടിയിൽ. ഇത്ര അധികം പണം കയ്യിൽ വെച്ച് നിങ്ങൾ എന്ത് കാത്ത് കിടക്കുകയാണ്? ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ട് പോട്ടെ, നമ്മൾ ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചിട്ട് തന്നെ നമ്മളെ പദ്ധതി ചെയ്യാം. കോൺഗ്രസും അങ്ങനെയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ദേശീയപാതയിൽ ലക്കിടിയിൽ കാറിന് തീപിടിച്ചു. വേങ്ങര സ്വദേശി മൻസൂറും കുടുംബവും സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. മൈസൂരുവിൽ നിന്നും തിരികെ വരുന്ന വഴി ലക്കിടിയിൽ കാർ നിർത്തി ചായ കുടിക്കുന്ന സമയത്താണ് കാറിൽ നിന്നും തീ ഉയർന്നത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മുത്തങ്ങയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ 6:30 മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു സംഭവം. മൈസൂരു ഭാഗത്തു നിന്നും വരികയായിരുന്ന ഐഷർ ടാങ്കർ വാഹനത്തിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. മരം വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റൊരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ജപ്തി ഭീഷണി, ആകെയുള്ള കൂരയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ വയോധിക ദമ്പതികൾ. മീനങ്ങാടി നെല്ലിച്ചോട് ഒലിവയൽ വാഴവിള പുത്തൻ വീട്ടിൽ രാജേന്ദ്രനും കുടുംബത്തിനും ഉറക്കം നഷ്ടമായിട്ട് നാളുകളേറെയായി. ജപ്തി നടപടികൾ നേതാക്കൾ ഇടപെട്ട് സാവകാശം വാങ്ങി നൽകിയതോടെയാണ് താൽക്കാലികമായെങ്കിലും കുടുംബത്തിന് ആശ്വാസമായത്. ബത്തേരി അർബൻ ബാങ്കിന്റെ മീനങ്ങാടി ശാഖയിൽ നിന്ന് രാജേന്ദ്രൻ പലപ്പോഴായി ലോണെടുത്ത് അവസാനം 10 ലക്ഷം വരെ എത്തിയിരുന്നു. പല തവണകളിലായി ഭീമമായ സംഖ്യ പലിശയിനത്തിൽ മാത്രം അടച്ചതായും രോഗവും മറ്റ് പ്രതിസന്ധികളും കാരണം സമീപകാലത്ത് അടവുകൾ മുടങ്ങിയതായും രാജേന്ദ്രൻ പറയുന്നു. ചെറിയ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന രാജേന്ദ്രനെ 2019 പ്രളയ സമയത്ത് വന്ന നഷ്ടമാണ് ഇത്തരത്തിൽ ബാധ്യതയിലേക്ക് എത്തിച്ചതെന്ന് വീട്ടുകാരും പറയുന്നു. ഒരു നിവൃത്തിയില്ല. പിന്നെ എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. എനിക്ക് 3 മക്കളുണ്ട്, അവർക്ക് കുട്ടികൾക്കുണ്ട്. അവരെല്ലാം വാടകയ്ക്കാണ്, ഒരാൾക്ക് സ്ഥലമില്ല. പിന്നെ ഞാനും എൻ്റെ ഭാര്യയാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോകാനോ വേറൊരു വീട് പോയി താമസിക്കാനോ ഒരു സ്ഥലവും വയനാട്ടിലില്ല. ഞങ്ങൾക്ക് എവിടെയില്ല, നാട്ടിലോ വയനാട്ടിലോ എവിടെയില്ല. ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന രാജേന്ദ്രൻ കഴിഞ്ഞ 5 വർഷമായി മാറാരോഗിയാണ്. സ്ട്രോക്കിനും ഹൃദയധമനികളിലെ ബ്ലോക്കിനും ചികിത്സിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ കിഡ്നി സ്റ്റോണും പിടിപെട്ടു. ഭാര്യ ലളിത തൊഴിലുറപ്പിന് പോയി ലഭിക്കുന്ന വേതനം മാത്രമാണ് നിലവിൽ കുടുംബത്തിന്റെ ചികിത്സയ്ക്കടക്കം ഏക ആശ്രയം.
കുടുംബത്തിന്റെ ദുരിതം തിരിച്ചറിഞ്ഞ പഞ്ചായത്ത് അനുവദിച്ച 4 ലക്ഷം രൂപയിൽ പണിത വീട്ടിലാണ് രാജേന്ദ്രനും കുടുംബവും താമസിക്കുന്നത്. ഈ നിർധന കുടുംബത്തെ ഇറക്കിവിടാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത്. നിർധനരും രോഗിയും ആയിട്ടുള്ള രാജേന്ദ്രനെ ഇവിടുന്ന് പുള്ളിയെ മാത്രമല്ല ആരെയും തന്നെ നമുക്ക് ഈ കിടപ്പാടത്തു നിന്ന് ഒഴിവാക്കി വിടാൻ നമ്മുടെ പാർട്ടി അനുവദിക്കുന്നതല്ല. അത് ഞങ്ങൾ എത്ര ശക്തമായ രൂപത്തിൽ ഞങ്ങളതിനെ എതിർക്കും. മലനാട് ന്യൂസ്, മീനങ്ങാടി. കൽപ്പറ്റയിൽ ഇനി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പോകാനാകില്ല. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കൽപ്പറ്റ കൈനാട്ടി ട്രാഫിക് ജംഗ്ഷൻ, ജനമൈത്രി ജംഗ്ഷൻ, ചുങ്കം ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ 15ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇതോടെ നഗരത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങളും സ്റ്റേഷനിൽ നിന്നു തന്നെ നിരീക്ഷിക്കാൻ കഴിയും. കുറ്റകൃത്യങ്ങൾ നടത്തി മുങ്ങുന്നവരെ ഉൾപ്പെടെ പിടികൂടാൻ പോലീസിനെ ക്യാമറകൾ സഹായിക്കും. കൽപ്പറ്റ നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ 2 AI ക്യാമറകൾ, പോലീസ് നേരത്തെ സ്ഥാപിച്ച 3 ക്യാമറകൾ. ഇതിനു പുറമെയാണ് നഗരത്തിലാകെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചത്. കൈനാട്ടി ജംഗ്ഷനിൽ മാത്രം 3 സ്ഥാപിച്ചിട്ടുണ്ട്. ജനമൈത്രി ജംഗ്ഷനിലെ എല്ലാ റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങളുടെ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കുന്നതിന് ക്യാമറകൾ സ്ഥാപിച്ചു. ചുങ്കം ജംഗ്ഷനിലും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം സോളാറിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കുറ്റകൃത്യങ്ങൾ നടത്തി മുങ്ങുന്നവരെ പിടികൂടുകയാണ് പ്രധാന ലക്ഷ്യം. കാണാതായവരെ കണ്ടെത്തുന്നതിനും ഇത്തരം നിരീക്ഷണ ക്യാമറകൾ ഏറെ സഹായകരമാണ്. ട്രാഫിക് നിയമലംഘനങ്ങൾ ഇത്തരം ക്യാമറകളിലൂടെ പിടികൂടാറില്ല. എന്നാൽ വാഹനാപകടങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാടിനെ ഇത് ഗുൽമോഹർ പൂക്കാലം. കടും ചുവപ്പ് നിറത്തിൽ ഗുൽമോഹർ പൂത്തുലഞ്ഞു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഗുൽമോഹർ പൂക്കൾ വിനോദസഞ്ചാരികളുടെ മനം കവരുകയാണ്. വേനൽക്കാലത്ത് കൂട്ടത്തോടെ പൂത്തുലഞ്ഞ് പിന്നീട് ഇല പൊഴിക്കുന്ന ഗുൽമോഹർ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന കാഴ്ച കൂടിയാണ്. വയനാടിന്റെ പാതയോരങ്ങളിൽ കടും ചുവപ്പുള്ള പൂക്കൾ നിറച്ച് ഗുൽമോഹർ വിരുന്നൊരുക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഗുൽമോഹർ പൂക്കാറുള്ളത്. മുൻവർഷങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് നേരത്തെ പൂവിട്ടിരുന്നു. എന്നാൽ ഇത്തവണ ഏപ്രിൽ അവസാനത്തോടെ പൂത്തു തുടങ്ങിയ ഗുൽമോഹർ മെയ് പകുതി പിന്നിട്ടതോടെ ഇല കാണാത്ത വിധം പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. വയനാടിന്റെ പച്ചപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ കടും ചുവപ്പിൽ ഗുൽമോഹർ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ആരുടെയും മനം കവരും. പൂക്കൾ കൊഴിഞ്ഞുകിടക്കുന്നതും മനോഹരമായ കാഴ്ചയാണ്. വാഗമര ചുവട്ടിലാണ് പല പ്രണയങ്ങളുടെയും തുടക്കം. കടും ചുവപ്പിൽ പ്രണയം മൊട്ടിടും. പിന്നീട് വാഗമരം പോലെ അത് വളർന്നു പന്തലിക്കും. സുന്ദരമായ ഓരോ നിമിഷങ്ങളും പൂവിട്ടു തുടങ്ങും. പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെയുള്ള വിരഹങ്ങൾ. പൂക്കളും ഇലകളും കൊഴിഞ്ഞു തീർന്നാലും പിന്നീട് കൂടുതൽ കരുത്തോടെ തളിരിട്ടു നിൽക്കും. എത്ര വലിയ തിരക്കിനിടയിലും കണ്ണിലുടക്കുന്ന ഒന്നു തന്നെയാണ് ഗുൽമോഹറിന്റെ മനോഹാരിത. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഇനി ബിസിനസ് മലനാട്. കൽപ്പറ്റ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഷോറൂമിലെ ജീവനക്കാരാണ് ഓടാം നല്ല നാളേക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ട മത്സരത്തിൽ പങ്കെടുത്തത്. കൽപ്പറ്റ SI വിമൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജൂൺ 1 വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുക. മെയ് 18 മുതൽ ജൂൺ 1 വരെ നീണ്ടു നിൽക്കുന്ന നെസ്റ്റോ വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഓടാം നല്ല നാളേക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ കൽപ്പറ്റ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ പങ്കെടുത്തു. ആരോഗ്യവും സമ്പത്തും സമാധാനവും തകർക്കുന്ന രാസലഹരിക്ക് പകരം മറ്റ് വിനോദങ്ങളിൽ ലഹരി കണ്ടെത്തണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ SI വിമൽ ആവശ്യപ്പെട്ടു. ഇതേപോലുള്ള ഇവന്റുകൾ നെസ്റ്റോ പോലുള്ള മറ്റ് സ്ഥാപനങ്ങളും ഇതേപോലെ കണ്ടക്ട് ചെയ്യണം എന്ന് ഞാൻ ഈ ഒരു പരിപാടിയിലൂടെ ഞാൻ ജനങ്ങളെ അറിയിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ കൂട്ടയോട്ടം 2 കിലോമീറ്റർ മാരത്തോൺ റണ്ണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ലഹരി വസ്തുക്കളോട് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നെസ്റ്റോയിലെ ജീവനക്കാർ ഒരുക്കമാണെന്ന് മാനേജർ ജിജീഷ് കോട്ടായി പറഞ്ഞു. ലഹരി എന്ന് പറയുന്ന സംഭവം നമ്മൾ നെസ്റ്റോയിലെ ഒരു സ്റ്റാഫും ഉപയോഗിക്കില്ല എന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു പരിപാടി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ കൽപ്പറ്റ SI വിമൽ സർ.
ഷോറൂമിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ സമാപിച്ചു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം, മൈലാഞ്ചിയിടൽ മത്സരം തുടങ്ങിയവയും സംഘടിപ്പിക്കും. ഫെസ്റ്റിവൽ കാലയളവിൽ നെസ്റ്റോയിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രത്യേക വിലക്കിഴിവും ഒരുക്കിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പ്രധാന വാർത്തകൾ വീണ്ടും. കടുവ ഭീതിയിൽ പിലാക്കാവ് മണിയൻകുന്ന് പ്രദേശവാസികൾ. കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനം വകുപ്പ്. പ്രദേശത്ത് കടുവയെ കണ്ടത് ഇന്നലെ വൈകിട്ടോടെ. നാട്ടുകാർ ഭീതിയിൽ. വയനാട്ടിൽ നാളെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വയനാട് ജില്ലയിലും ആശങ്കമാവിധം കാലാവസ്ഥയിൽ മാറ്റം. ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ. കൃഷിയിലും ജീവിതത്തിലും കാതലായ മാറ്റം വേണമെന്നും വിലയിരുത്തൽ. ചുണ്ടേലിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. നാട്ടുകാർ സ്ഥാപിച്ച ജനകീയ ഫെൻസിംഗ് കാട്ടാനകൾ തകർത്തു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഫെൻസിംഗ് ഉപയോഗശൂന്യം. ഒലിവുമല ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ന്യൂസ് വേവ്സിൽ വിഭാ റോയ് ചേരും. നമസ്കാരം.